നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ കേരളത്തിന് എന്തൊക്കെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് ഉത്തരം. ബജറ്റ് പ്രസംഗത്തിൽ ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടില്ല കേരളം. സംസ്ഥാനത്ത് താമര വിരിയിച്ചതിന് അർഹിക്കുന്ന അംഗീകാരം ഉണ്ടാകുമെന്ന BJP നേതാക്കളുടെ പ്രചാരണത്തിന് ഘടകവിരുദ്ധവുമായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ആന്ധ്ര, ബീഹാർ സ്പെഷ്യൽ എന്ന് വിളിക്കാവുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. അത് ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേക പാക്കേജ്, അതുപോലെ പ്രളയ ദുരിത സഹായം, എയിംസ് പോലുള്ള വലിയ പദ്ധതികൾ. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. അതിൽ നിരാശരുമാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ. റിപ്പോർട്ടിലേക്ക്. ചോദിച്ച് ചോദ്യങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു കേരളം. എന്നാൽ ഇക്കുറി പ്രതീക്ഷയുടെ നേരിയ പ്രകാശമുണ്ടായിരുന്നു. ബജറ്റിനു മുൻപ് കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ നേരിയ ആത്മവിശ്വാസത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കത്ത് രൂപത്തിലാക്കി കൈമാറിയത്. ചോദിച്ചതൊന്നും തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. പ്രത്യേക പാക്കേജോ ട്രെയിനുകളോ സിൽവർ ലൈനോ ഒന്നും ബജറ്റ് പ്രസംഗത്തിൽ എവിടെയും ഇടം പിടിച്ചില്ല. പിൽഗ്രിം സർക്യൂട്ടുകൾ കേരളത്തിൽ വരുമെന്ന് സംസ്ഥാനത്തിന്റെ സ്വന്തം കേന്ദ്ര ടൂറിസം മന്ത്രി സൂചനകൾ നൽകിയത് ആ വഴിക്ക് പ്രതീക്ഷയേറ്റിയിരുന്നു. ടൂറിസം മേഖലയിലെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി വായിക്കുമ്പോൾ കേരളമെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം. റോഡ് വികസനത്തെക്കുറിച്ച് ധനമന്ത്രി വാചാലയായെങ്കിലും വയനാട് തുരങ്കപാതയും പരിഗണിക്കപ്പെട്ടില്ല. മൂന്നാറിലേക്ക് റെയിൽവേ തിരിച്ചുകൊണ്ടുവരുമെന്ന പ്രതീക്ഷയും റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തുമെന്ന പ്രതീക്ഷയും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ദേശീയപാതാ വിഹിതം ഉൾപ്പെടെ വൻ വിഹിതം മാറ്റിവെച്ചിട്ടുള്ള പൊതുപദ്ധതികളിലാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.5 ലക്ഷം കോടി പലിശരഹിത വായ്പ നൽകാൻ നീക്കിവെച്ചതിൽ എന്തെങ്കിലും കിട്ടുമെന്നും കരുതാം. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്നോണം ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകി ഇതൊരു പ്രത്യുപകാര ബജറ്റെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു ധനമന്ത്രി. തൊഴിൽ സൃഷ്ടിക്കുള്ള അനുബന്ധ ആനുകൂല്യങ്ങളും മറ്റു വിശാല പ്രഖ്യാപനങ്ങളും കേരളത്തിലുള്ളവർക്കും ബാധകമാകുമെന്നും BJP ഭരിക്കുന്ന UPAയും പരിഗണിച്ചില്ലല്ലോ എന്നും ആശ്വസിക്കാം. ബജറ്റിന് പുറത്ത് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതോ ഒരു MPക്ക് പകരം 2 കേന്ദ്രമന്ത്രിമാർ എന്നത് മാത്രമായി ഒതുങ്ങുമോ കേരളത്തിനുള്ള പരിഗണനയെന്ന് കണ്ടറിയണം. ഫൈനാൻഷ്യൽ ഡെസ്ക് 24.